Hello மக்களே, welcome to the channel Tamil Family Reacts. நான் ஸ்வாதி பிரபாகர் with me my best friend Busha. Hi friends. Okay, part 1, 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கலன்னா டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ற போய் பாருங்க. இப்போ part 3 குள்ள போயிடலாம். என்ன பாரு? ഓക്കേ ആ മോഹൻദാസിനെ കണ്ട അന്തസ്സായിട്ട് കാല് പിടിച്ചാലോ അഭിമാനം പോണ കേസാ. പിടിച്ചില്ലെങ്കിലോ ഞാനിതുവരെ പോയില്ലേ. അല്ലത് മേലത്തെ കണക്ഷന്റെ കാര്യം ഒന്ന് റെഡിയാണെന്നല്ല, ബാക്കിയുള്ളവരൊക്കെ അവിടെ സത്യായിട്ട് അന്വേഷിച്ചില്ല. ഗോവിന്ദൻ പിന്നെ മിസ്സിങ്. അതങ്ങനെയല്ല, അയാളെ ഈ ഭഗവതിയെ രക്ഷിക്കാനുള്ള ഒരു തത്രമാണ്. ഇന്നലെ തൊട്ട് ഞങ്ങളും കണ്ടിട്ടില്ല, അതാ പറഞ്ഞേ. ഇതാ അങ്ങോട്ട് ചോദിച്ചാ മതി. എന്തായി, മാമനെ കണ്ട? ഇല്ല, മാമനെ കിട്ടിയില്ല. പല വഴിക്ക് തപ്പുണ്ട്. തപ്പ് നിന്റെ മാമനത്ര കൊച്ചുകുട്ടിയൊന്നുമില്ല. വന്നോളൂ. ഒരു ദിവസം മാമനെ കണ്ടില്ലെന്ന് വെച്ചങ്ങ് ചാടി ഇറങ്ങുക തപ്പാൻ. ആശ്വാസം കിട്ടാൻ മുട്ടിറക്കൊന്നും വേണ്ട. വീട്ടിലൊരു ഗ്രഹപൂജ നടത്തിയാ മതി. ഗ്രഹപൂജ இவன் தான் ஆரம்பிச்சது. അങ്ങനെ ഒരെണ്ണുണ്ട്, ഞാനൊന്ന് പോയി തൊഴുതിട്ട് വരാം. ரொம்ப ஹிஸ்டரி கலெக்ட் பண்ணிட்டு வந்திருக்கேன் போல. இவங்க கிரக பூஜை அவங்க ஊர்ல பண்ணது இல்ல. இவன் தான்ப்பா வில்லன் இதுல. எனக்கு சுராஜ் பார்க்கும்போது கூட எனக்கு அந்த ஃபீல் வரல. ஐ மீன் இந்த அளவுக்கு எனக்கு ஒரு ஃபீல் வரல. എന്റെ അന്വേഷണത്തിൽ ഈ ഗോവിന്ദനെ കാണാനില്ല എന്നുള്ള വർത്തമാനമൊന്നും എവിടെയില്ല. അപ്പൊ ഏതായാലും നമുക്കൊരു 2-3 ദിവസം കൂടെ കയ്യിലുണ്ട്. മുള്ളിനെ മുള്ളുണ്ട്. കുറുമുക്ക അരക്കണം. அவங்க அப்பா ആരംഭിച്ചത്. ഞാനിവിടെ ബസ് സ്റ്റാൻഡ് അവിടെ വന്നിട്ടുണ്ട്. ഒരു ഏഞ്ചൽ എന്ന് പറഞ്ഞൊരു ബസ് കണ്ടോ? ആ ജാനകി கூப்பிட போறாரு. കണ്ടില്ലേ? ഞാൻ കൈ നോക്കാം. നോക്ക് നോക്ക്, എന്റെ കൈ കാണോ? இவன் வருவான், அவனை இழுத்துட்டு போறதுக்காக இவன் வருவான்னு தெரியும்ல. சுபாஷ். இவங்க ரெண்டு பேத்தி கோத்து விட்டுருவான். சுபாஷ் வெர்சஸ் சுபாஷ். முள்ளினை முள்ளால் எடுக்க வேண்டும். பார்ட் 1 சுபாஷ் நோக்கு வருமா? வேலை செய்யல. എടാ സുഭാഷ്, இவன் சும்மாவே சேர்த்துக்க மாட்டானே, என்னடா? രക്ഷിക്കണേ ശുക്ലാമൃതം ദേവി. അമ്മാട്ടിലെ അമ്പലത്തിൽ ചെന്ന് ഒന്ന് മോഹം കാണിക്കുന്നത് ഒരു പ്രത്യേക സന്തോഷമാണ്. കംപ്ലീറ്റ് നോട്ടാണെന്ന് തോന്നുന്നു. ചില്ലറങ്ങ് ചെന്ന് ക്ലിങ് എന്ന് പറഞ്ഞ് വീഴുമ്പോഴേ നമ്മൾ പ്രാർത്ഥിച്ചത് ഏറ്റവും കൂടുതൽ ഒരു വിശ്വാസം വരുള്ളൂ. അച്ഛനും ഫ്രണ്ട്സും കൂടെ തുടങ്ങിയതാ. ഏത് ഈ ചായ്പ? ഇതല്ലേ തുടങ്ങിയതാ. ഭണ്ണാരം കൊല്ലുമ്പച്ചൻ തുടങ്ങി. മോഹിനീശ്വരി ദേവി വ്യാജ അമ്പലം. ഈ ഇടപെടത്തിന്റെ പ്രശ്നം തീർക്കാനാണ് എന്നെ വിളിച്ചെത്തിയത്. ഇതിന്റെ പാരമ്പര്യമായിട്ട് ഫ്രോഡ് വഴി ഒപ്പിക്കുന്ന നിങ്ങൾ നല്ല ഉണ്ണികൾ. അതിലെന്തേലും സംശയം തോന്നി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞാൽ ഞാൻ തൊഴിച്ചു കുത്തിയല്ലേ. നീ മാത്രല്ലേ, അങ്ങനത്തെ പറഞ്ഞ ഈ നാട്ടിലും ഉണ്ട്. ഇത്തിരി മെലിഞ്ഞ് ഉണ്ടക്കണ്ണായിട്ട് കണ്ടാലൊരു 26 വയസ്സ് തോന്നിക്കുന്ന ഒരു തരമാണ്. നിനക്കങ്ങനെ അവനെ കിട്ടി? ഇതിനാണ് നിന്നെ വരുത്തിയത്. സൂപ്പർ. ഞാൻ ഇല്ലാത്ത സമയത്തായിരുന്നു അയാളുടെ വരവ്. അയാളുടെ ഒരു ഇടപെടലും വർത്തമാനം ഇവർക്കാർക്ക് തീരെ ദഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ തന്നെ അയാൾ ഒടുക്കത്തെ വെറുപ്പിക്കലായിരുന്നു. അതിന്റെ കൂടെ ഈ വരവും കൂടെ ആയപ്പോ ഇവരും തിരിച്ച് ഓരോന്ന് പറഞ്ഞ ആകെ സംസാരം. ഓപ്ഷൻ എ 75 ലക്ഷം, ഓപ്ഷൻ ബി നാണം കെടുത്തു എന്ന് പറഞ്ഞ അയാളുടെ മുമ്പിലേക്ക് ഇവന്മാർ രണ്ടും കൂടെ ചാടിക്കൊടുത്തു. അതോടുകൂടി കാശ് വേണ്ട, ഓപ്ഷൻ ബി മാത്രം മതി എന്നായി. നമ്മളെ സമ്മതിക്കരുതല്ലോ. ഒരു കാരണവശാലും അയാൾ എന്നിട്ട് ഒച്ചപ്പാടുണ്ടാക്കി നാട്ടുകാരെ കൂടെ അറിയിക്കുന്നതായപ്പോ ഇവരെ കൂടി അങ്ങ് മട്ടം പിടിച്ചു. പിന്നെ അമ്മ ഇടപെട്ടു. അതേതായാലും നന്നായി. അല്ലെങ്കിൽ ശശിയേട്ടാ, ഇങ്ങനത്തെ കേസുകൾ നമ്മൾ തർക്കിച്ചിട്ട് ഒരു കാര്യമില്ല. മുതിർന്നവർ തന്നെ മുൻകൈ എടുത്ത് അത് ഒത്തുതീർക്കുന്നതാണ് എന്റെ നല്ലത്. അത് തന്നെയായിരുന്നു നല്ലത്. പക്ഷെ അമ്മയുടെ വരവോടുകൂടി ഇവരെല്ലാം ചേർന്ന് അയാളെ ഇവിടെ ഇട്ട് ഞെക്കിക്കൊന്നു. എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സെറ്റ് കൊലയാളികൾ, ശവം. എങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടാന്ന് വെച്ചാൽ വ്യാജ അമ്പലം ഇല്ലാത്ത ദൈവം. മോനെ, നീ എന്തെങ്കിലും ഒരു പോംവഴി പറഞ്ഞു. എന്ത് പോകുമ്പഴി? എന്തോ വണ്ടി പഞ്ചറായിട്ട് സഹായം ചോദിക്കുന്ന പോലുണ്ടല്ലോ. സുഭാഷ്, അച്ഛന് നിന്നെ വലിയ ഇഷ്ടമായിരുന്നു. ഈ കാര്യത്തില് നിനക്ക് മാത്രമേ ഞങ്ങൾ സഹായിക്കാൻ പറ്റുള്ളൂ. നിനക്ക് അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല. സുബു ശശിട്ടാ, ഞാൻ പറയണതേ ആ ചാക്കൊന്നുകൂടി വലുതാക്കാം. ഇയാളെയും തട്ടി ഉള്ളി കയറി കൊണ്ട കളയാ. അങ്ങനെ സത്യബുദ്ധ അറിയാവുന്നൊരുത്തിനും ജീവനോടെ പോകണ്ട വേണം. അവൻ പറഞ്ഞൊന്നും കാര്യാക്കണ്ട. നീ ഞങ്ങളെ ഇതിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റി തരണം. നടുക്കടല് വീണാ പോലും കരകയറാൻ ഇത്രയും പാടില്ലേ? അറിയാം, അതുകൊണ്ടാണല്ലോ സഹായം ചോദിക്കുന്നത്. നിനക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. இவன் ஏதாவது பின்னாடி பிரச்சனை பண்ணிட்டு என்ன பண்றது? இவனுக்கு எல்லாம் தெரிஞ்சா போதும். ஃப்ரெண்ட்ஸ்க்கு ஹெல்ப் எல்லாம் பண்றான். அவனுக்கு ஆனா எல்லாம் தெரியும். ഈ മടനിക്ക് കാശൊന്നും വേണ്ടത്. എന്റെ കമ്മിറ്റി സെക്രട്ടറി സ്ഥാനം മതിയായിരുന്നു. ഇപ്പൊ നമ്മൾ ജയിലിൽ പോയി കഴിഞ്ഞാൽ ആ സ്ഥാനം അവന് തന്നെ കിട്ടും. അല്ലെങ്കിൽ ചുമ്മാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞ് നടക്കാം. അതിലെന്ത് കാര്യം? ഒരു കാര്യമില്ല.
പോരാത്തിന് നടത്തിക്കൊണ്ട് പോകുന്ന തലവേദന വേറെ. എടുത്തോണ്ട് പോട്ടെ. ഞാനൊക്കെ ജസ്റ്റ് എസ്കേപ്പ് ആണല്ലേ. ഈ ബോഡി എവിടെയെങ്കിലും കൊണ്ട് കളയാൻ ഞങ്ങൾ മാക്സിമം നോക്കിയതാ. പക്ഷെ ഇതൊന്നും പുറത്തോട്ട് ഇറക്കാൻ പോലും പറ്റുന്നില്ല. ഒന്നും മാറി. നമ്മള് സ്റ്റാൻഡിൽ വെച്ച് കണ്ട ആ വ്യാലിയുടെ പേരെന്താ? ഈ വീട്ടിൽ എന്റെ റോൾ എന്നായിരിക്കും അവനിപ്പോ ആലോചിച്ച് നടക്കുന്നുണ്ടാവുക. ഓ, എങ്ങനെയെങ്കിലും ഇവിടെ ഇടിച്ചു കയറാനുള്ള പദ്ധതി ഇട്ടുണ്ടാവും. ഇപ്പൊ സമയത്ത് കൃത്യം 1 മണിക്കൂറിനുള്ളിൽ അവനോട് എത്തും. ഒരു തലവേദന ഒഴിഞ്ഞല്ലേ ഉള്ളൂ, ഇനിയിപ്പോ ഈ വയ്യാവേലിയും കൂടെ പിടിച്ചു വെക്കണോ? അല്ലേച്ചി ഇപ്പത്തെ കണ്ടീഷനില് അയാൾ നമ്മളെ സഹായിക്കുകയാണെങ്കിൽ അതല്ലേ നല്ലത്. നല്ല വഴിക്ക് ചിന്തിക്കുന്നവർക്കൊന്നും നമ്മളെ ഇതിൽ നിന്ന് എന്തായാലും ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഇവനാകുമ്പോഴേ തലയിൽ എന്തെങ്കിലും കൊനഷ്ടൊക്കെ വന്നോളൂ. ഇപ്പൊ തന്നെ കണ്ടില്ലേ, രക്തം രക്തത്തെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞ പോലെ. ഇറങ്ങിയപ്പോ തന്നെ മറ്റവരെ സ്കെച്ച് ചെയ്തു. അതുമാത്രല്ല, ഈടുത്ത സുഭാഷ് 1 മണിക്കൂറിൽ ഈടെ എത്തുന്നല്ലേ പറഞ്ഞ്. എക്സ്പീരിയൻസ് കൊണ്ട് പറഞ്ഞതായിരിക്കും. എടാ, ഇതൊക്കെ അവന്റെ ഓരോ നമ്പർ ആയിരിക്കും. നിങ്ങളെ കണ്ടിച്ചു അടിക്കും. അല്ലെങ്കിൽ തന്നെ മറ്റവൻ 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തുമെന്ന് പ്രവചിക്കാൻ ഇവനാരാ ദൈവവും? ഈ അനുശോചന യോഗം നമ്മൾ വൈകാതെ തന്നെ നടത്താമെന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാരും പോകാത്ത നന്നായി. ഭരതേട്ടനോട് ഈ നാട്ടുകാർക്ക് എത്രത്തോളം സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കാമല്ലോ. പുള്ളി ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടുത്തെ കൊച്ചു കുട്ടികളൊക്കെ വലുതാകുമ്പോ ഭരതേട്ടൻ പോലെ ആകണമെന്നാ പറയാറ്. ആ, അതൊക്കെ ഒരു കാലം. ഇവിടെ മൊത്തം എത്ര റൂം ഉണ്ടാവും? ഇവിടെ അതായത് മൊത്തം 5, താഴെ 3, മുകളിൽ 2. മാസ്റ്റർ മുകളിലായിരിക്കില്ലേ? അതെ, ഇവിടെ മാസ്റ്റർ അങ്ങനെ ഇല്ലാട്ടോ. സുഭാഷിന്റെ മാമന്റെ വിവരം വല്ലതും കിട്ടിയോ? ഇല്ല, തപ്പിക്കൊണ്ടിരിക്കുക. കിട്ടുമായിരിക്കും. അത് രുക്മിണി അമ്മയുടെ മകൻ. നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നില്ലേ? അപ്പൊ എങ്ങനെ അല്ല, കോണി ഉണ്ടല്ലോ പുറകുവശത്ത്, അതുവഴി. സീതാറാം മിൽസിലെ സൂപ്പർവൈസറാ. അപ്പൊ ഈ ദിവസങ്ങളിലൊക്കെ ലീവിലാ? അതെ, മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഫോണിൽ മാനേജ് ചെയ്യാവുന്ന കരുതി. പിന്നെ പതുക്കെ ഓഫീസിൽ കയറിയ മതിയാവൂലേ? ആ, ഇവിടുന്ന് നേരെ നാട്ടിൽ തന്നെ എത്തിയ ഒന്ന് മാറും. നമ്മോടൊപ്പം. ആ ഫോട്ടോയിൽ ഒന്ന് കണ്ണിറുക്കി നോക്കിയാൽ ഒരു സർപ്രൈസ് ഉണ്ട്. ആകാശത്തിലെ താരകം നമ്മുടെ ഭരതേട്ടൻ. കുറച്ച് ചെലവായി, എന്നാലും ഗ്രാൻഡ് ആയില്ലേ? ഒരു മൂലയിൽ കിടന്ന കുഞ്ഞമ്പലം നാടറിയുന്ന ആര്യങ്കാവ് ദേവീക്ഷേത്രമാക്കി മാറ്റിയത് ഭരതേട്ടനെടുത്ത പല തീരുമാനങ്ങളുടെയും ഗുണം കൊണ്ടാ. അതെ, അദ്ദേഹം എന്തിനും ഏതിനും മുന്നിൽ തന്നെ ഉണ്ടാവുമായിരുന്നു. അത് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ധൈര്യമായിരുന്നു. അതെ, പണ്ട് വീട് പണയം വെച്ചു അമ്പലക്കാര്യങ്ങൾ നോക്കിയ കഥകളൊക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ശരിക്കും എന്ത് കാര്യത്തിനാണ് പുള്ളി അതൊക്കെ ചെയ്തത്? അല്ല, അത് പുനരുദ്ധാരണം. നാട്ടിൽ നിന്ന് പിരിവിട്ടാൽ ഒന്നും കിട്ടില്ല എന്നും പറഞ്ഞ് പുള്ളി എന്നെ ചാടി ഇറങ്ങിയതാണ്. 30 ലക്ഷം രൂപയ്ക്ക് പുനരുദ്ധാരണമൊക്കെ നടത്തിയിട്ടുണ്ടോ? പിന്നെ ബാക്കി വരുന്നത് പല ആവശ്യങ്ങൾക്കായിട്ട് പിന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. ആ, എങ്ങനെയാ മേളില് സെറ്റപ്പ് ഒക്കെ ഉള്ളോ? വേണമെങ്കിൽ കണ്ടു നോക്ക്. ആദ്യ പാർട്ടിയെ കൊണ്ടുകൊടുത്തത് ഞാനല്ലേ? അവനെ വിട്ടേക്ക്. ഇനി അടുക്കളോടെ കാണാത്തതിന്റെ സമാധാനം കേട്ട് വരും. സ്റ്റോർ റൂം பார்த்துட்டான்னு நினைக்கிறேன். അത് വർക്ക് ഏരിയായിരിക്കും അല്ലേ? അതെ, പക്ഷെ ഞങ്ങൾ ആരും അങ്ങോട്ട് പോവാറില്ല. നിങ്ങൾ ആരും പേരട്ടാ, ഞാൻ പൊക്കോളാം. മാത്തിരിപ്പായ കാണിക്കണം. ഹലോ, പ്രാകൃത രീതികളാണല്ലോ. മോട്ടറൊന്നുമില്ലേ? എന്തോ വെള്ളം മേലോട്ട് വലിക്കണില്ല. അപ്പൊ കോരി കുളിക്കാന്ന് വെച്ചു. പോരുന്നോ? 2 തൊട്ടി കോരാ. அதுக்குள்ள சாருக்கு நினைக்கிறேன் பாடி. ഈ വീട്ടുകാർക്ക് മൊത്തത്തിലൊരു കളർ. അതേ സുഭാഷ്, അതേ തന്നെ. അത് നിങ്ങൾ പാവങ്ങളായിട്ട് തോന്നാത്ത. മാമ മിസ്സിംഗ് അതിനെ കുറിച്ച് ഇവർക്ക് എന്തൊക്കെയോ അറിയാമെന്ന് എനിക്ക് തോന്നണം. നമുക്കിത് പോലീസിൽ അറിയിച്ചാലോ? ഒരു സംശയം ഉണ്ട് തോന്നിട്ട്. ആ ഫെയർ ആൻഡ് ഫ്ലൈ ആയിട്ട് നാട്ടുകാരെ വിളിപ്പിക്കാൻ ഇറങ്ങിയായിരുന്നല്ലോ നീ. ആ ക്രീമിന്റെ ഗുണം കൊണ്ട് പണ്ട് സ്റ്റേഷനിൽ കയറിയിട്ട് ആ പാർത്തിന് 1 ആഴ്ച കഴിഞ്ഞല്ലേ നിന്നെ വിട്ടത്. അയാളുടെ മുഖത്തെ പാണ്ട് ഒഴിവാക്കാൻ ഇനി ചെയ്യാത്ത പണിയൊന്നുമില്ലെന്നാ കേട്ടത്. അതിനിടയിൽ ഓരോ സംശയവും പറഞ്ഞ് ഇല്ലാത്ത കേസ് കൊണ്ടങ്ങോട്ട് ചെല്ല്. ഇടിച്ചതിന്റെ ചാറ് പിടിയോമാര്. ഇല്ലാത്ത കാര്യമല്ല ബേബിട്ടാ. നോക്കി, ഈ സാധനം ഒടിച്ചിട്ടാണെന്ന് ആടിച്ചിട്ട പോകുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ലാലോ. ആ, അതാ പറഞ്ഞേ. മാമന് തവണക്ക് 2 ദിവസം മുമ്പേ ഇവര് തമ്മിൽ ഇതിൽ മെസ്സേജ് അയച്ചിട്ട് കോളും ചെയ്തിട്ടുണ്ട്. 2-3 തവണ അവിടെ വന്നിട്ടുണ്ട്. പുള്ളിയിലത് അവിടെ വെച്ച് അവസാനമായിട്ട് കാണാൻ ഇവര് തമ്മിൽ എന്തോ ഡീൽ നടന്നത്. അതെനിക്ക് ഉറപ്പാ. 65 ലക്ഷം മുടക്കി കരള് മാറ്റി വെച്ച് ജീവനും കൊണ്ട് തിരിച്ചു വന്നപ്പോ കേൾക്കണു ജയിലിൽ പോണ്ടി വരുന്നു. എനിക്ക് എന്തിന്റെ കാര്യമായി? അങ്ങനെ വിട്ടു കൊടുക്കല്ലേ സത്യേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും ഊരാന്ന്. എങ്ങനെ?
അതിന് ഗോവിന്ദൻ എവിടെ? ഗോവിന്ദൻ എവിടെയെന്ന് എനിക്കറിയില്ല. അവന്റെ മൊബൈൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ നിന്ന് പോയ മെസ്സേജ് കോൾസും വെച്ചിട്ടാണ് ആ സുഭാഷ് ഭരതേട്ടന്റെ വീട്ടുകാരെ സംശയിച്ച് കിടക്കുന്നത്. അയ്യോ, ഈ മൊബൈൽ കയ്യിലുള്ളതുകൊണ്ട് ആ സുഭാഷ് നമ്മുടെ കാര്യങ്ങൾ പലതും അറിഞ്ഞു കാണും. ഏയ്, അതിന് സാധ്യതയില്ല. അവൻ ഈ കോള് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ് അവരെ ചുറ്റിപ്പറ്റി നടക്കുകയാണ്. പക്ഷെ 30 லட்சம்னா இவங்களே கொடுத்துருப்பாங்க. പൈസ വിട്, ഞാൻ അങ്ങോട്ട് പോയി കാണുമെന്ന്. 75 லட்சம் போதுதான் கஷ்டமா இருக்கும். കുറിച്ചൊക്കെ അവിടെ സംസാരം വന്നിട്ടുണ്ട്. ഇപ്പോഴും അവര് കാഷ്വൽ ആയിട്ടാണ് ചോദിച്ചത്. എന്നാലും അതിനകത്തൊരു കുത്തലുണ്ടോന്ന്. നമുക്കപ്പോ ആ വീടങ്ങ് ഉറപ്പിക്കാട്ടോ. അയ്യോ, നമ്മള് വേറൊരു പാർട്ടിക്ക് ഇന്നലെ കൊടുത്തുപോയി. അതെന്നാ മാഷേ, നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞതല്ലേ? അല്ല, അവരെ ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് ഉടനെ അഡ്വാൻസ് തന്നപ്പോ നിങ്ങൾ ബേബിച്ചേട്ടെന്ന് വിളിച്ചാൽ മതി, പുള്ളി വേറെ അറേഞ്ച് ചെയ്ത് തരും. ശരി ശരി, പ്ലാൻ ചെയ്തു വന്ന കാര്യങ്ങളെല്ലാം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. മോനെ കഷ്ടിച്ച നമ്മളിപ്പോ രക്ഷപ്പെട്ടത്. അവൻ ഇനിയും വീട്ടിൽ കയറി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? ഞാനൊരു ഫുൾ പടത്തിൽ നോക്കിയിട്ട് പറ്റാത്തതാണ് അവൻ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒപ്പിച്ചത്. അവനെ പൂട്ടലത്ര എളുപ്പമല്ല. പക്ഷെ ഇനി എന്റെ റഡാർ വിട്ട് അവൻ എവിടെയും പോയില്ല. நல்லா இருக்குல்ல? ചെക്ക്മേറ്റ്. അപ്പൊ നിങ്ങൾ ഈ വീട് വേറെ ആർക്കാ കൊടുത്തത്? അത് ഇവിടെ അടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിലെ പിള്ളേർ. അതിനിവിടെ അടുത്ത് എഞ്ചിനീയറിംഗ് കോളേജൊന്നും ഇല്ലല്ലോ. കറക്റ്റ്. അപ്പൊ പിന്നെ അവരെന്നോട് കള്ളം പറഞ്ഞായിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് മുങ്ങട്ടെ. മുങ്ങട്ടെ. ഇവൻ ഈ പറഞ്ഞതിൽ എന്തേലും കള്ളത്തരം ഉണ്ടെങ്കിൽ അവനിപ്പോ തിരിഞ്ഞു. അതെന്താ അങ്ങനെ അതിന്റെ സൈക്കോളജി. അവനൊരു പഠിച്ച കള്ളനായാലോ? இவரால எவ்வளோ பிரச்சனை பாரு. ദിനപയുടെ വീട്ടിനടുത്ത് വീട് എന്നിട്ട് എന്നോട് ഇങ്ങനെ ചെയ്ത് നിനക്ക് ശിക്ഷ. അതെ, ഈ സുഭാഷ് എന്ന് പറയുമ്പോ ഐനീഷിനെ കൂടി ചേർത്തൊന്ന് പ്രാർത്ഥിക്കണേ. അമ്മേ, കണതായി പോയ മാമൻ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചിരുന്നേ. അതറിഞ്ഞില്ലേ? நியூஸ் ஸ்ப்ரெட் பண்றான். ஆனா எல்லா இடத்துலயும் இருக்காரு பாரு. മാമ 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 ഈ കോമാളി എന്താ കാണിക്കണേ? മാമ അവൻ ഗോവിന്ദരാജയുടെ ഭാര്യയുടെ ബന്ധുവാണ്. പിന്നെ കൊടങ്കാരൻ നാട്ടുകാരെ അടുപ്പിക്കാറില്ല. പക്ഷേ അവൻ ഒറ്റയ്ക്ക് മതിയല്ലോ നമ്മളെ കൂട്ടാൻ. അവനിപ്പോ അവന്റെ കളി മാറ്റി തുടങ്ങിയിരുന്നു. അവന്റെ ഒരു ത്വര വെച്ച് അവനിപ്പോ പ്രസ്സിൽ പ്രിന്റ് അടി തുടങ്ങിയിട്ടുണ്ടാവും. മൈദ കലക്കി തുടങ്ങിയിട്ടുണ്ടാവും. ഈ നാട്ടിലെ ചോരുകൾ പോസ്റ്റർ കൊണ്ട് നിറക്കാൻ അവൻ ഇന്നത്തെ രാത്രി തന്നെ ധാരാളം മതി. இதுக்கு 4 கால் நடக்கும். தெரியலையே. குடுங்க வச்சுட்டானுங்களா? சமாட்டிக்கல. அவங்களுக்கு இப்படித்தானே இருந்திருக்கும். அவன் இன்னைக்கு நைட்டு பிஸி ஆயிடுவாங்கிறதுனால இவங்க எல்லாரும் வந்து இவன் வீட்டுல வச்சுட்டு போயிட்டாங்க. ஏன்? அவன் வெளில இருந்த கேப்ல നീ പറഞ്ഞ പോലെ തന്നെയാ കാര്യങ്ങൾ. വരുന്ന വഴിക്ക് റോട്ടിൽ മൊത്തം ഇതാ. എടാ, ശ്രീകണ്ഠപുരത്ത് മുക്കും മൂലയും നമുക്ക് തപ്പണം. ഇതിന്റെ പിന്നിൽ ആരാണെങ്കിലും, നീ പറഞ്ഞ പോലെ ഭരതേട്ടന്റെ വീട്ടുകാരാണെങ്കിലും അവരെ നമുക്ക് പൊക്കണം. ചിലപ്പോ നിങ്ങൾ പറഞ്ഞ പോലെ മാമൻ എന്തെങ്കിലും കാര്യത്തിൽ മാറിയെന്നാണെങ്കിലോ? ഇപ്പൊ അങ്ങനെയാ. എന്താണെങ്കിലും നമുക്ക് ഇറങ്ങേണ്ടി വരും. ബേബി ചേട്ടനും സത്യേട്ടനൊക്കെ എന്താ പറയണേ? എടാ, അവരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. ഇവിടെ എന്തേലും ചത്ത് കിടക്കണ്ട. നീ ഒന്ന് നോക്കി നോക്ക്, ഇവിടെ എന്തേലും ഉണ്ടോന്ന്. அவன் தெரியல கட்டிட்டாங்களா சிம்பிளா? இவனுக்கு போலீஸுக்கு தான் ஏற்கனவே பிரச்சனை இல்ல. இவன் போலீஸ்டே கொண்டு போக முடியாது. பார்த்தனா பிரதானா ஏதோ நான் அந்த மாதிரிதான்.
ഓ പോലീസ്. ഗോവിന്ദൻ മിസ്സായതാണോ ആരെങ്കിലും മിസ്സാക്കിയതാണോ? എവന്റെയൊക്കെ ഇടപാടുകൾ വെച്ച് ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയാലും ഞെട്ടാനൊന്നുമില്ല. സംഗതി നമ്മളുമായി കണക്ട് ആവാതിരുന്നാണ്. ഇനി ഭരതേട്ടന്റെ ആരെങ്കിലും സംശയിക്കുന്നേ തെറ്റില്ല. മൊത്തം തരികട. പക്ഷെ ഇക്കാര്യത്തില് അവരുടെ ലിങ്ക് എന്താണെന്ന് കൃത്യമായിട്ടൊന്നും അറിയണം. മോഹൻദാസ് എടുക്കാതിങ്ങ ഞാൻ എടുക്കുന്നു. ഹലോ എടോ ഇപ്പൊ കൊണ്ടുവരാൻ പോയിട്ട് സർബത്ത് സമയര് എത്തുവോ? ഗോവിന്ദൻ കുറച്ച് ഓട്ടത്തില. സർബത്താ? ഞാൻ സെക്രട്ടറി ബേബി. ആ ബേബിക്ക് ബേബി. ഞാൻ പറയുന്നൊന്ന് കേൾക്കും. പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടന്ന നിങ്ങൾക്ക് തരുന്നത്. കൊണ്ടോട്ടിയിലെ ഹനുമാൻ കൈനിന്റെ അമ്പലം പണിയാൻ പോയത് ഇന്നലെ പൊക്കി. അതിന്റെ വാനെ തൂക്കി ഇങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇതൊക്കെ സെറ്റാക്കാം. അത് ഈ 1.5 കോടി ആയതുകൊണ്ടേ അത് സംഘടിപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചില്ല എല്ലാവരും. എടോ നിങ്ങൾ ഓടിപ്പാഞ്ഞ 1.5 കോടിയോ 2 കോടിയോ ഉണ്ടാക്കി എനിക്ക് ഞാൻ പറഞ്ഞ 30 ലക്ഷം ഇങ്ങ് തന്നാ ഈ ഫയലൊക്കെ ക്ലോസ് ചെയ്യാനും. എടോ കൂടുതൽ ചീത്തയാക്കില്ലേ? എനിക്ക് ഞാൻ പറഞ്ഞ 30 മതി. അല്ല അതോടെ എത്തിക്കാം. ശരി. അപ്പൊ ഈ ഗോവിന്ദനെ കാണാതാക്കിയതല്ല. എവിടെയാണ് ഞങ്ങളുടെ പൈസ? ഏത് പൈസ? മാമനും മരുമോനും കൂടെ ഇസ്കിയ ഞങ്ങളുടെ 50 ലക്ഷം. 50 ലക്ഷോ? എനിക്കറിയാട്ടോ. നാട്ടുകാരെ ഊസിയാക്കാൻ നോക്കുമ്പോൾ ഞങ്ങളെ ആക്കാൻ നോക്കല്ലേ? നിனைச்சேன் ஒரு ஜாஸ்தி നാക്കണ ഒരു 50 ലക്ഷം രൂപ 30 ലക്ഷം. നിന്റെ അമ്മായി പറഞ്ഞല്ലോ നീ സൂപ്പർ മാർക്കറ്റ് തുടങ്ങാൻ പോണേന് ഇയാളാ കാശ് ഇറക്കണെന്ന്. അത് കാണാൻ തരുന്നതാ, സമ്മാനം കിട്ടുന്നതല്ല. ഇവന്റെ മണ്ട കളിക്കുന്ന നിങ്ങളേക്കാൾ ഭേദം അതുപോലെ തപ്പുന്ന. ഉറക്കില്ല അത്. സുഭാഷേ നിന്റെ ഈ വാക്കൊന്ന് ചെയ്തൊന്ന് പ്രവർത്തികളാൽ അറിയടാ ഞങ്ങൾക്ക് വേണ്ട അകത്തുണ്ടെന്ന്. എന്റെ പൊന്നു പേവേട്ടാ, നിങ്ങളുടെ പൈസ എന്റെ മാമന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അത് എങ്ങനെയെങ്കിലും ഒപ്പിച്ചുതരാം. എന്തായാലും നിങ്ങളെ ചതിക്കാനും എന്റെ മാമൻ നിൽക്കില്ല. ഇതാ പറയണേ, നിനക്ക് നിന്റെ മാമനെ കുറിച്ച് ഒരു പുണ്ണാക്കും അറിയില്ല. 24 മണിക്കൂറും കൂടെ നടക്കുന്ന നിന്നെ അവൻ പറ്റിച്ചോണ്ടിരിക്കുക. പിന്നല്ലേ പഴയ പീസായ ഞങ്ങളെ. സുഭാഷേ നീ സൂപ്പർ മാർക്കറ്റ് പണിയാൻ കത്തി വിലക്ക് വാങ്ങിച്ച 8 സെന്റ് ഇല്ലേ, അത് ആരുടെ ആയിരുന്നു എന്നാ നിന്റെ വിചാരം? നിന്റെ മാമന്റെയാ. അവന്റെ ബിനാമി പേരിലുണ്ടായിരുന്ന സ്ഥലം നിന്റെ പേരിലേക്ക് മാറ്റി. നിന്റെ പണം അവന്റെ പെട്ടിയിലുമായി, നീ അവൻ കുത്തിയ കുഴിയിലും. അയാളുടെ എല്ലാ കാര്യങ്ങളും നിന്റെ കച്ചത്തിലാണെന്ന് കരുതിയ നീ പൊട്ടൻ. എന്തായാലും നീ വാതിലടച്ച് നിന്റെ മാമൻ തന്നത് പൂട്ടി വെച്ച് അവിടെ ഇരുന്നോ. 24 മണിക്കൂറിനകം നീ തന്നെ തുറന്നിരും. ഇതിനകത്ത് 50 ലക്ഷം എഴുതിയ ഒരു കടലാസ് പോലും ഇല്ലല്ലോ. നീയൊക്കെ ചോറ് തന്നെയല്ലോ തിന്നണ. എത്ര വട്ടം ഓതി തന്നിട്ടുണ്ട് നിനക്ക്? മാമനെ നമ്പി പിന്നാലെ പോരുന്നു. അമ്മായി പറയണതൊക്കെ മനസ്സിൽ വെച്ചിട്ട് തന്നെ ഞാൻ കൂടെ നടന്നിരുന്നേ. അയാളെ നീക്കങ്ങളൊക്കെ എനിക്കറിയായിരുന്നു. നീക്കങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവസാനം മിടുക്കനായിട്ട് ഫൈനൽ ചെക്ക് നോക്കിയാൽ നിന്നതായിരിക്കും അല്ലേ? അടിച്ചു കിട്ടിയില്ല. നിങ്ങൾക്കൊന്നും അറിയാത്ത, എനിക്ക് മാത്രം അറിയാവുന്ന പല ചെറ്റത്തിനുള്ള അയാൾക്കുണ്ട്. എനിക്കിട്ട് പണിയില്ല എന്നുള്ള ധൈര്യം അതായിരുന്നു. അയാൾ ഏതായാലും നിനക്കറിയാത്തോണ്ടാ എന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നതിൽ കാണും എന്തേലും ഒരു കാരണം. നിന്റെ ആയിട്ടൊക്കെ സ്ഥാനം ഇടുന്ന ഇതിനെക്കാളും താഴെ. அங்கேயாச்சும் ஒரு குரூப் இருந்துச்சு. இவனுக்கு இப்ப கெஸ் ஆயிருக்குமோ? சாம்பிராணி. ഞാൻ കളി വിട്ട്. എന്ത്? നിങ്ങൾ എനിക്കിട്ട് ചാമ്പ്യാന്ന് എനിക്ക് മനസ്സിലായി. എന്തിയാ? ചുമ്മാ പൊട്ടനാക്കല്ലേ. പുള്ളി കയറ്റി കയറിയപ്പോ തൊട്ട് ഈ വീടെല്ലാം നിരീക്ഷണത്തിലാ. ആളെന്തായാലും ഇതിനകത്ത് കയറിയ പോലെ പുറത്തു പോയിട്ടില്ല. താൻ ആ സ്കൂട്ടറിൽ കൊണ്ടുവരുന്ന ചാക്കിൽ എന്തായിരുന്നു? ഇങ്ങനെ നുണവരല്ലേട്ടാ, നാവ് ചീഞ്ഞു പോകും. ഞങ്ങൾ അങ്ങനെ നുണയൊന്നും പറയുന്ന പാർട്ടീസ് അല്ല. എങ്കിതാ ആ കയറ്റി തൂക്കിട്ട് പോടേ. ഇവിടെ നിങ്ങക്ക് പോവാണെ കൊടുക്കട്ടെ. അത് നമ്മളെ പ്ലാനൊക്കെ മാറ്റി. ഇവന് മംഗലം കഴിഞ്ഞാൽ ഇവന് ഭാര്യക്ക് മേലെ താമസിക്കാം. മംഗല ഇവിടെ ആരൊക്കെ വന്നാലും പോയാലും നിനക്കെന്താ? വന്നോട്ടെ, അതുപോലെ തിരിച്ചു പോകണല്ലോ. മിസ്റ്റർ വെറുതെ പിച്ചുമ്പേ പറയാതെ മാറ്ററിലേക്ക് വാ. ബാറ്റിലേക്കല്ലേ ഞാൻ വരാം, കളിച്ചരാം. വരുന്നില്ലേ? யாருப்பா அந்த ட்ரெஸ் லுங்கில இப்படி கட்டிருக்கான்? நீ யாரா நீ? ഇതല്ലോ എന്തിനോ ശരിയാണല്ലോ. ഒരു നേന്ത്രപ്പഴം മൊത്തം നിന്നെടുത്തിട്ടും അവര് വെള്ളത്തൊട്ടി മേലേക്ക് കയറിണ്ടായിരുന്നില്ല. എന്തായിരുന്നു ദമ്പതിമാരുടെ പെർഫോമൻസ് കയറ്റിക്കാരേല്? സുഭാഷ് വേണമെങ്കിൽ ഈ വീട് മൊത്തം കയറി തപ്പി നോക്കിക്കോ. അപ്പൊ മനസ്സിലാവുമല്ലോ ഞങ്ങൾ പറയുന്നത് സത്യമാണെന്ന്. ഞാൻ വീണ്ടും പറയാ,
എന്നെ പൊട്ടനാക്കല്ലേ. എന്റെ മാമനോട് വന്നത് മാത്രല്ല, നിങ്ങളൊക്കെ കൂടെ അയാളെ വിട്ട് തട്ടിയെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. എന്നിട്ട് നൈസായിട്ട് എന്റെ കുളിമുറി കൊണ്ടേ വെച്ചിട്ടേ നിങ്ങൾ എസ്കേപ്പ് ആണെന്ന് വിചാരിക്കണ്ട. ഓക്കെ, നീ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങാൻ നോക്ക്. ഞങ്ങൾക്ക് ഒരു പടം കണ്ടിട്ട് കിടന്നുറങ്ങണം. ഇതൊക്കെ എന്ത് ദ്രോഹാടോ. സത്യം നമുക്ക് രണ്ടു കൂട്ടർക്ക് അറിയണല്ലേ, പിന്നെ ആരെ കാണിക്കാനാണ് ഈ സുഭാഷ്, നാട് നിങ്ങൾ പോസ്റ്റർ വന്ന സ്ഥിതിക്ക് നിനക്ക് നിന്റെ മാമനെ വൈകാതെ കിട്ടും. ഔ പിടിച്ച വീട്ടിൽ നിന്ന് ഒരു ഇഞ്ച് മാറത്തിട്ടാ. പൊന്നെ നാട്ടിൽ സിനിമകളെ, ഈ നാട് മൊത്തം പോസ്റ്റർ ഒട്ടിച്ച് ഈ നാട്ടുകാരെ മൊത്തം അറിയിച്ചത് ഞാനാ. ഞങ്ങൾക്ക് അറിയാത്ത വല്ലതുകൊണ്ടോ? പൂവ് ഞാൻ അറിയിച്ചത് നാട്ടുകാരെ മാത്രല്ല. പിന്നെ എടാ സാമദ്രോഹി, നിനക്ക് ചില്ലറ കടിയൊന്നല്ലടാ. ഇന്ന് അറിഞ്ഞതല്ല ഞാൻ ഇന്നലെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇതിനൊന്നും നിൽക്കില്ലായിരുന്നു. പ്രായഭേദമന്യേ സകലരെ മൂത്തം കളിച്ച് ലടിക്കുക, കാര്യം കഴിഞ്ഞാൽ കഴിവേറ്റി വിടുക, ഇതൊക്കെയായിരുന്നു എന്റെ മാമന്റെ പ്രധാന വിനോദം. യഥാക്രമം അയാൾ എന്നെയും വെലുപ്പിക്കുകയായിരുന്നു. അയാൾ ചത്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ അറിഞ്ഞ ഞാൻ തന്നെ നിങ്ങൾക്കൊക്കെ അയാളെ കൊന്നനെ. കേട്ടു. എടാ ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല. ഇനി നീ എത്ര ട്വിസ്റ്റ് അടിച്ചാലും ഞങ്ങൾ സമ്മതിക്കാനും പോകുന്നില്ല. സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാ നിങ്ങൾക്ക് ആർക്കും ഇതിൽ നിന്ന് ഊരി പോരാനൊന്നും പറ്റില്ല, എനിക്കും പറ്റില്ല. എന്നാ പിന്നെ നമുക്ക് ഒരുമിച്ച് നിന്ന് ശശിയേട്ടാ ഒരു മിനിറ്റ്. ശശിയേട്ടാ, അവൻ പറഞ്ഞത് കാര്യ. അവന്റെ തൊഴിലൊഴിവാക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നല്ലാതെ അവന്റെ മണ്ടയ്ക്ക് കേസ് കെട്ടി വെക്കാനൊന്നും പറ്റൂല. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവാൻ ഒറ്റയ്ക്കല്ലേ ഇത് ജീവിതം. അതുകൊണ്ട് അവനെയും കൂടെ നിർത്തിക്കൊണ്ട് ഇതിൽ നൂരാൻ നോക്കുന്നതായിരിക്കും ബുദ്ധി. കൂടെ നിർത്തിയാ പണിയാവൂ. അത് നോക്കട്ടാ, മുന്നോട്ട് പോകണമെങ്കിൽ ഈ തെരടിയും കൂടെ കൂടെ കൂട്ടണമെങ്കിൽ അങ്ങനെ ആവാം. ഇവിടെ ഇതുപോലെ രണ്ടെണ്ണം ആവുന്നല്ലേ ഉള്ളൂ. കൂടെ കൂടി നിന്റെ തനിക്കൊണം കാണിക്കാനാണ് ഉദ്ദേശം. നോക്കി അയ്യോ, എനിക്ക് അതൊരൊറ്റ കോണേ ഉള്ളൂ. കൂടെ നിൽക്കുന്നവരെ കണ്ടും പൊട്ടി വിശ്വസിക്കാം. അതുകൊണ്ടാണ് ഇതുവരെ എത്തി നിൽക്കുന്നത്. என்ன சொன்னா? கூட இருக்கவங்கள பிளைண்டா நம்புறதா என்னோட கேரக்டர். அப்படி இதானே நான் இப்படி மாட்டிக்கிட்டு இருக்கேன் அப்படின்றான் அவங்க மாமா. ഗോപകുമാറെ, ഞാൻ വിട്ടേ. അടുത്ത ആഴ്ച എമൗണ്ട് മുഴുവൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഈ ജോലി വേറൊരാൾക്ക് മറിക്കും. നാക്കൊണ്ട് ഇതൊക്കെ ബ്ലോക്ക് ചെയ്യണമെങ്കിലേ അതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ എന്റെ ആരാന്ന് വെച്ചിട്ടാ? സാറേ, ഒരാഴ്ച സമയമില്ലേ, ഞാൻ എങ്ങനെയെങ്കിലും എത്തിക്കാം. അത് നീ എന്താന്ന് വെച്ചേ, അടുത്ത ആഴ്ച കാശ് കിട്ടിയില്ല എന്നുണ്ടെങ്കിലേ എന്റെ ഫോണിൽ നിന്റെ നമ്പർ അങ്ങ് ഡിലീറ്റ് ചെയ്യും. ബോഡി എന്റെ വീട്ടിലിരിക്കുന്നോണ്ട് ഒരു സമാധാനമില്ല. ആ കമ്മിറ്റിക്കാരെ കണ്ണു മൊത്തം അവിടെ. ബുദ്ധിമുട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നമുക്കത് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്താ പകുതി സമാധാനം. അത് വേണ്ട, ആ റിസ്ക് നീ എന്നെ എടുത്താൽ മതി. അല്ല, ഇവനെ ടീമിലെടുത്തെന്ന് വെച്ചിട്ടേ അങ്ങനെ പെട്ടെന്ന് നമ്പാറായിട്ടില്ല. കുറച്ച് അപ്പുറം മാറി ഒരു പുഴയുണ്ട്. പക്ഷെ ബോഡി അവിടെ എത്തിക്കുന്നതാണ് ടാസ്ക്. ഇവൻ നാട്ടിൽ മൊത്തം പാട്ടാക്കിയ സ്ഥിതിക്ക് ബോഡി ഇതുപോലെ ഇനി ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ലെന്നോ? ஏன் ஊருக்கு எடுத்துட்டு போக கூடாது? ബോഡി ഇതുപോലെ കൊണ്ടുപോകുന്ന പോലെ. ചേട്ടാ, ചേട്ടൻ പുറത്തുനിന്ന് ഉറപ്പ് കൊടുക്കുമോ? അതൊക്കെ മുതലാളിയോട് ചോദിക്കണം. ഞാനിവിടെ വെട്ടാൻ നിൽക്കണ്ട. ഇവിടെ വെട്ടാൻ എത്ര കൂലി കിട്ടും? ഡെയിലി 800 രൂപ വെച്ച് കിട്ടും. എന്തേ, വെട്ടുന്നത് കോഴി അല്ലെങ്കിലും പന്നിയാണെങ്കിൽ ഒരെണ്ണത്തിന് 500 വെച്ച്. അല്ല, കുറച്ചുകൂടെ ബീഫ് പോത്താ, പോത്തിന് ഒരു 1500 വെച്ച്. ചേട്ടന് ലാഭമില്ല, ഞങ്ങൾക്ക് നഷ്ടമില്ല. 2500 രൂപ വരും. இவர்தான் அந்த பொண்ணு மிஸ். എന്തിനാ വെട്ടേണ്ടേ? മുഖത്ത് ഞെട്ടലാണെങ്കിലും ഉള്ളിൽ നല്ല സന്തോഷമാണെന്ന് ഞങ്ങൾക്കറിയാം. അത് കാണിച്ചോ? ഇപ്പൊ നമ്മളൊക്കെ ഒരു ടീമാ. നമ്മളാ എന്നെ വെട്ടാക്കി? ഞാനിതിലൊന്നും ഇല്ല. അല്ല, ചേട്ടൻ 2500 തന്നെ ഞങ്ങൾ ഹയർ ചെയ്തല്ലോ. പൈസ ഞാൻ തിരിച്ചു തന്നേക്കാം. ചേട്ടാ, ഇദ്ദേഹം അബദ്ധത്തിൽ കാഞ്ഞു പോയതാ. ഇങ്ങനെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെയൊക്കെ ജീവിതം കൊഞ്ഞോട്ടാക്കി. അല്ലെങ്കിൽ തന്നെ ഞാൻ 100 കൂട്ടം പ്രശ്നത്തില. ഇതൊക്കെ വലിയ റിസ്കാ. ഹേയ്, അതൊക്കെ തുടക്കത്തിൽ തോന്നാ. ഇന്നായി കഴിഞ്ഞ പിന്നെ ഭയങ്കര ത്രില്ല. പിന്നെ അത് വല്ല ചെയ്യാൻ പറ്റും. അതെ ചേട്ടാ, പുറത്തുള്ള ഒരാൾ പോലും ഇത് അറിയില്ലെന്ന് ഞാൻ ഗ്യാരണ്ടി തരാം. ചേട്ടനെ തിരിച്ചു തന്നാൽ മതി. എന്ത് ഗ്യാരണ്ടി? എനിക്ക് വേണ്ട. പേടിച്ചിട്ടൊന്നുമല്ല. ഞാൻ അകത്തായി കഴിഞ്ഞാൽ എന്റെ ഭാര്യ തനിച്ച. മോളില്ലല്ലേ? അപ്പോ അവൾ ഇവിടെ ഉണ്ടെന്ന് പോലും. എല്ലാത്തിനും കാരണം ഈ ചെറ്റയാ. നീ എന്തിയോടാ നാറി? എന്റെ രോമത്തിൽ പോലും നിനക്ക് തൊടാൻ പറ്റില്ല. ബിരിയാണി കട്ട് വേണം. സൂപ്പർ മമ്മി.